ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. 1201 കന്നിമാസം അവസാന പകുതിയിൽ 2 ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം സംഭവിക്കും. കന്നിമാസം 16-ാം തീയതി ബുധൻ കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിച്ചു. 23-ാം തീയതി ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് മാറും. മകരക്കൂറിൽ ജനിച്ചവർക്ക് കന്നിമാസത്തിന്റെ അവസാന പകുതിയിൽ അനുഭവിക്കാനിടയുള്ള ചാരഫലം എന്താണെന്ന് പരിശോധിക്കാം. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ കന്നിരാശിയിലും വ്യാഴം മിഥുന രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ചൊവ്വയും ബുധനും തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 23-ാം തീയതി വരെ ചിങ്ങൻ രാശിയിലും അതിനുശേഷം കന്നി രാശിയിലും സ്ഥിതി ചെയ്യുന്നു. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. മകരക്കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 9-ാം ഭാവത്തിലാണ്. 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ അത്ര അനുകൂല ഫലങ്ങളല്ല ഈ കൂറുകാർക്ക് നൽകുന്നത്. ചെറിയ ചെറിയ രോഗങ്ങളും ആപത്തുകളും ഒക്കെ സൂര്യന്റെ 9-ാം ഭാവത്തിലെ സ്ഥിതി മൂലം വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. സൽപ്രവൃത്തികൾക്ക് മുടക്കവും വന്നേക്കാം. മഹാദേവന് ധാര കഴിക്കുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം ലഭിക്കും. ചൊവ്വ ഈ കുറുകാർക്ക് 10-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ നിരവധി ഗുണഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. നാനാവിധത്തിലുള്ള ധനാഗമമാണ് പ്രധാനപ്പെട്ട ഗുണഫലം. എല്ലാ മേഖലയിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമം വന്നുചേരും. കൃഷിയും കച്ചവടവും വ്യവസായവും നടത്തുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കാൻ ഇടയുണ്ട്. നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കർമ്മരംഗം പുഷ്ടിപ്പെടുകയും സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ബുധൻ 10-ാം ഭാവത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. 10-ാം ഭാവത്തിലെ ബുധൻ ധാരാളം ഗുണഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. ശത്രുക്കൾ ഇല്ലാതാകുന്ന അവസ്ഥ ബുധന്റെ 10-ാം ഭാവസ്ഥിതി മൂലം ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ഇതുവരെ ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഈ കൂറുകാർക്ക് ഇനി മുതൽ ശത്രുഭയം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതാണ്. ശത്രുക്കൾ എല്ലാം മിത്രങ്ങളാവും. ധാരാളം ധനവും ഈ കൂറുകാർക്ക് ബുധന്റെ 10-ാം ഭാവസ്ഥിതി മൂലം വന്നുചേരും. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. എല്ലാ രംഗത്തു നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനവരവ് ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. തങ്ങളുടെ സമ്പാദ്യങ്ങൾക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വരുമാനം ലഭിക്കും. ലോണുകളും ചിട്ടികളും ഒക്കെ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുവാൻ അനുകൂല സമയമാണ്. സർക്കാരിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുമൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളവർക്കും അത് ഉടൻ ലഭിക്കും. ശമ്പള കുടിശ്ശികയോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാനുള്ളവർക്ക് എത്രയും വേഗത്തിൽ അത് ലഭിക്കുന്നതാണ്. സ്ത്രീകളുമായി ഒത്തുചേരുവാനും സ്ത്രീ സുഖം അനുഭവിക്കുവാനും ഉള്ള യോഗം ഈ കൂറുകാർക്ക് കാണുന്നു. എല്ലാവിധത്തിലും സുഖ അനുഭവങ്ങളാണ് 10-ാം ഭാവത്തിലെ ബുധൻ ഈ കൂറുകാർക്ക് നൽകുന്നത്. 6-ാം ഭാവത്തിൽ ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ചെയ്യുന്നതല്ല. രോഗദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നും നേരിയ ആശ്വാസം പ്രതീക്ഷിക്കാം. മഹാവിഷ്ണുവിന് പ്രീതികരമായ വഴിപാടുകൾ നടത്തിയാൽ വ്യാഴത്തെ കൊണ്ട് കൂടുതൽ ഗുണഫലങ്ങൾ നേടാൻ സാധിക്കും. കന്നിമാസം 23-ാം തീയതി വരെ ശുക്രൻ ഈ കൂറുകാർക്ക് 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ദാമ്പത്യ സൗഖ്യം ശുക്രൻ നൽകുന്ന പ്രധാന ഗുണഫലങ്ങളിൽ ഒന്നാണ്. ദമ്പതിമാർക്കിടയിൽ വർദ്ധിച്ച സ്നേഹവും വിശ്വാസവും ഉടലെടുക്കുകയും ദൃഢമായ ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിക്കുവാനും ദാമ്പത്യ ബന്ധം മുന്നോട്ട് നയിക്കുവാനും കഴിയും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂല സമയമാണ്. പുനർവിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്നതിന് അനുയോജ്യമായ സമയമാണ് വരാൻ പോകുന്നത്. ദൂരദേശങ്ങളിൽ വസിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു കഴിയാനുള്ള അവസരമുണ്ടാകും. ആഡംബര വസ്തുക്കളുടെയും ഗൃഹോപകരണങ്ങളുടെയും ലാഭം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. 23-ാം തീയതി മുതൽ 9-ാം ഭാവത്തിലാണ് ശുക്രൻ ഈ കൂറുകാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 9-ാം ഭാവത്തിലെ ശുക്രനും വലിയ ഗുണഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. സാമ്പത്തിക നേട്ടവും മനസന്തോഷവും 9-ാം ഭാവത്തിലെ ശുക്രൻ നൽകുന്ന പ്രധാനപ്പെട്ട ഗുണഫലങ്ങളാണ്. എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ
പ്രവർത്തന മേഖലയിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. നഷ്ടത്തിൽ കലാശിച്ചിരുന്ന കർമ്മരംഗത്തു നിന്നും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പാഴ്ചെലവുകളെ നിയന്ത്രിച്ച് സാമ്പത്തിക അച്ചടക്കം കൈവരിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഈ കുറുകാർക്ക് വിജയം നേടാനാവും. സകല കാര്യത്തിലും വിജയമാണ് 9-ാം ഭാവത്തിലെ ശുക്രൻ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണഫലം. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയും. വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടപ്പിലാകും. സന്താനങ്ങളുടെ ഉദ്യോഗ കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും വിവാഹ കാര്യത്തിലും ഒക്കെ അനുകൂലമായ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ ഇവർക്ക് കഴിയും. അതുപോലെ തന്നെ സ്ത്രീ സുഖവും 9-ാം ഭാവത്തിലെ സൂര്യൻ ഈ കുറുകാർക്ക് നൽകുന്നു. എന്നത്തേക്കാൾ ഉപരി ദൃഢമായ ദാമ്പത്യ ബന്ധം ഇവർക്ക് അനുഭവപ്പെടും. സ്ത്രീകളുമായി വളരെ അടുത്ത് ഇടപെടുവാനും അവരിൽ നിന്നും പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടുവാനും ഇവർക്ക് യോഗമുണ്ട്. ബഹുവിധ വിജയമാണ് 9-ാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകുന്നത്. എല്ലാ രംഗത്തും വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ അപ്രാപ്യമെന്ന് കരുതിയ പല സംഗതികളും സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയും. വളരെ കാലമായി കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ ഇവർക്ക് യോഗമുണ്ട്. 3-ാം ഭാവത്തിൽ ചെയ്യുന്ന ശനിയും ധാരാളം ഗുണഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. മെച്ചപ്പെട്ട ആരോഗ്യം 3-ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി മൂലം ഇവർക്ക് ലഭിക്കുന്നതാണ്. ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അതെല്ലാം വിട്ടുമാറി വലിയ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടും. മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതെല്ലാം വിട്ടുമാറി വലിയ ഉന്മേഷവും ഊർജവും അനുഭവപ്പെടും. അഭീഷ്ട കാര്യസിദ്ധി 3-ാം ഭാവത്തിലെ ശനി നൽകുന്ന പ്രധാനപ്പെട്ട ഗുണാനുഭവമാണ്. എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സാധിച്ചെടുക്കുവാൻ ഈ കുറുകാർക്ക് കഴിയും. ജീവിതാഭിലാഷങ്ങളൊക്കെ ഒന്നൊന്നായി ഇവർക്ക് സാധിച്ചുകൊണ്ടിരിക്കും. ധനധാന്യങ്ങളുടെ അഭിവൃദ്ധി ഇവർക്ക് അനുഭവപ്പെടും. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും വ്യവസായികൾക്കുമെല്ലാം അവരുടെ കർമ്മരംഗത്തു നിന്നും മെച്ചപ്പെട്ട ലാഭം പ്രതീക്ഷിക്കാം. ഇവർക്ക് ഒരു തരത്തിലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരികയില്ല. ജീവിത സുഖങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ 2-ാം ഭാവത്തിൽ ചെയ്യുന്ന രാഹുവും 8-ാം ഭാവത്തിൽ ചെയ്യുന്ന കേതുവും ഇവർക്ക് അനുകൂലമല്ല. കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും ചില കലഹങ്ങൾ ഏർപ്പെടുവാനും സാധ്യതയുണ്ട്. ദൂരദേശ ഗമനത്തിനും സാധ്യത കാണുന്നു. ദേഹത്ത് ഒടിവ്, ചതവ് മുതലായവ ഉണ്ടാകുവാനും മാനസികമായി വലിയ ദുഃഖം അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നു. നാഗദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുകയും ഗണപതി ഹോമം കഴിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങളെയൊക്കെ മറികടക്കുവാൻ സാധിക്കും. ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ഈ കുറുകാർക്ക് ജീവിതത്തിൽ എല്ലാ വിജയവും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മകരക്കൂറുകാർക്ക് എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.